എങ്ങും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു. ശരണമന്ത്രങ്ങൾ അലയടിച്ച അന്തരീക്ഷത്തിൽ വാനിൽ ഉയർന്നു പറന്നത് ചർക്കാങ്കിത ത്രിവർണ പതാക. ശബരിമലയിലെ കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ 4 മേഖലാ റാലികളുടെ സമാപനമായിരുന്നു ഇന്നലെ പന്തളത്ത്. വലിയ ജനക്കൂട്ടമായിരുന്നു പന്തളത്തേക്ക് ഇരമ്പി ആർത്ത് എത്തിയത്. കാരണം അയ്യപ്പനിൽ അത്രയേറെ വിശ്വാസമുണ്ട് മലയാളിക്ക്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകളെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തിയത്. കലിയുഗവരതനായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ വഴിപാടായി നൽകിയ സ്വർണം, ദ്വാരപാലക ശില്പത്തിലടക്കം പതിച്ച സ്വർണം കട്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഭരണക്കാരുടെ തണലിൽ ആ സ്വർണം പലരുടെയും കീശയിലേക്ക് എത്തിയപ്പോൾ പ്രത്യക്ഷ പ്രതിഷേധമല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നു മുതൽ ദേവസ്വം ബോർഡ് വകുപ്പ് കൈകാര്യം ചെയ്തത് കെ രാധാകൃഷ്ണനും കടന്നപ്പള്ളി രാമചന്ദ്രനും ജി സുധാകരനും വി എൻ വാസവനുമെല്ലാമാണ്. കടന്നപ്പള്ളി മാത്രമാണ് ഇതിൽ വിശ്വാസി. കടന്നപ്പള്ളി ഒഴികെ മറ്റെല്ലാവരും അവിശ്വാസികളായിരുന്നു. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ നീതി ലഭിക്കുമെന്ന ചോദ്യമാണ് ഭക്തജനങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മേൽ തങ്കം ചാർത്തി നിൽക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത ശരണമന്ത്രങ്ങൾ മുഴക്കി കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശബരിമല ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ എരുമേലിയിലെ ബാബര് പള്ളിയിൽ തൊഴുതിട്ട് മാത്രമേ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കൂ. അതാണ് കേരളത്തിന്റെ മതേതരത്വം. ആ മതേതരത്വം കേരളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഇന്നലെ ജാതി മറന്ന് മതം മറന്ന് കോൺഗ്രസിന്റെ കൊടിക്കീഴിൽ അണിനിരന്നത്. അയ്യപ്പന്റെ സ്വത്തുകൾ കട്ടവർക്കെതിരെ നടപടി വേണം. അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രചോദിതരായത് ആരാണ്? അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രേരണ നൽകിയത് ആരാണ്? പോറ്റി ഒരു നെത്തോലി മാത്രമാണ്. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും ആഴക്കടലിൽ നീന്തി തുടിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വിരിച്ച വലയിൽ വീണത് നെത്തോലി മാത്രമാണ്. വമ്പൻ സ്രാവുകളെ പിടികൂടാൻ, അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുടഞ്ഞാൽ ഉന്നതരുടെ പേര് പുറത്തു വരും. മന്ത്രിമാരും MP-മാരും MLA-മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രചോദനം നൽകിയെന്ന കാര്യം അന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും അറസ്റ്റും നടപടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ആര് എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ആരായാലും വേണ്ടില്ല, അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾ എല്ലാവരും ഈ കേസിനകത്ത് അറസ്റ്റിലാവണം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് അയ്യപ്പന്റെ നഷ്ടപ്പെട്ട സ്വർണം തിരികെ കൊണ്ടുവരണമെന്നാണ് കേരളത്തിലെ ഭക്തരുടെ ആവശ്യം. എത്ര മിനിറ്റ്?